പെണ്ണു വീട്ടുകാരും ഒക്കെ അറിയാവുന്നല്ലയോ ഇയാള് പറഞ്ഞേ? അറിയാവല്ലോ. അതല്ലയോ ഞാൻ ഇയാളുടെ അഭിപ്രായം ചോദിച്ചേ. ഓ, നല്ല പെണ്ണ, വീട്ടുകാരും കൊള്ളാം. നമ്മുടെ തെക്കേ തലയ്ക്കുള്ള കളിയിലെ ശേഖരമാ. കുഞ്ഞെന്നൊക്കെ അറിയത്തില്ലായിരുന്നു നമ്മുടെ കളിയിലെ പാപ്പിയെ? ഓ, പിന്നെ അറിയത്തില്ലായോ? കുടിച്ചോണ്ടെ. പെണ്ണിന് അപ്പനില്ല അല്ലയോ? ആന്ന്. പെണ്ണിന് 3-4 മാസം വയറ്റിലുള്ളപ്പോഴ് ചത്തുപോയെന്നാ പറയുന്ന കേട്ടെ. പെണ്ണിന് അപ്പനുണ്ട്, അപ്പനിപ്പോഴും ഉണ്ട്. ഇയാളെന്തവാ പറഞ്ഞേ? പെണ്ണിന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. എന്താ മനസ്സിലായില്ലേ? തെളിച്ചു പറയടൂ ഇയാള്. പെണ്ണിന്റെ അപ്പൻ ഒരച്ഛനാ. 10-20 കൊല്ലം മുമ്പ് പുത്തനാട്ടുകര പള്ളിയില് കാർത്തിക പള്ളിക്കാരനൊരു അച്ഛന് തവണ ഉണ്ടായിരുന്നു. ആ അച്ഛന്റെ മോളാ ഈ പെണ്ണ്. ഇക്കാര്യത്തിൽ ഇയാള് പൊളി പറയരുത്. എന്താ കുഞ്ഞനാച്ച ഞാൻ പൊളി പറയേണ്ട കാര്യം? അല്ലേ, പൊളി പറഞ്ഞേച്ച് എനിക്കെന്താ കിട്ടാനാ? കുഞ്ഞനാച്ചൻ തന്നെ തിരക്ക് നോയി കണ്ടാട്ടെ. അവളുടെ ആമ്പറന്നും മരിച്ചേച്ച് പിന്നെ 1 കൊല്ലം കഴിഞ്ഞേച്ചാ ഈ പെണ്ണിനെ പറ്റത്. അച്ഛൻ അന്ന് അവളല്ലായിരുന്നോ താമസിച്ചോണ്ടിരുന്നേ? തള്ള വയറ്റി ആയ പിന്നെ അച്ഛൻ അവിടുന്ന് മാറ്റം വാങ്ങി പോയതാ. അല്ലേ, എല്ലാവർക്കും ഇത് അറിയത്തില്ലായിരുന്നു. അന്ന് അച്ഛനെ മുടക്കാനെ കൊണ്ട് ആളുകൾ ബഹളം കൂട്ടി തിരുമേനിയെ വിളിച്ചോണ്ട് വന്നയാ. ഈ തള്ളയാ അന്ന് അച്ഛനെ രക്ഷിച്ചേ. അപ്പം പൊയ്ക്കട്ടെ. വയസ്സ് എന്ന കാലത്ത് ഇമാതിരി അനാവശ്യം പറഞ്ഞോണ്ട് നടക്കല്ലോ. കർത്താവിന് നിരക്കാത്ത വാക്കാ വായിന്ന് വീഴുന്നേ. ഞാനിവിടെ നിൽക്കുന്നതാ വിഷമെങ്കിൽ ഞാനങ്ങ് ഇറങ്ങിയേക്കാം എന്ന് വെച്ച് ഉള്ള കാര്യം ഇല്ലാതായി പോത്തൊന്നുമില്ല. പൊയ്ക്കൂ, പോന്നെയാ നല്ല. പച്ചമരത്തെ തീ പിടിപ്പിക്കുന്ന നാക്ക. ഇതാ സ്വഭാവമെങ്കിൽ കാല് തെറ്റി വീഴുന്ന കാലത്ത് സ്വന്തം നിഴല് കാണത്തില്ല താങ്ങാൻ. നിനക്ക് എന്റെ ഇളയ പെണ്ണിന്റെ പ്രായമേ ഉള്ളൂ. കല്യാണം മുടക്കാൻ നടക്കുന്ന വലിയ പെണ്ണൊന്നും അല്ല ഞാൻ. തിരക്കി നോയിക്കാട്ടെ. പിന്നെ കുഞ്ഞനാച്ചനുമായിട്ടുള്ള അടുപ്പത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ പോവുക കുഞ്ഞനാച്ച. അപ്പച്ച, അപ്പച്ച, എന്താ അപ്പച്ച? നേരായിരിക്കും അല്ലയോ പെണ്ണേ? എനിക്കറിയാൻ വയ്യ അപ്പച്ച. എന്നോടൊന്നും ചോദിക്കില്ല, എന്നോടൊന്നും ചോദിക്കല്ല അപ്പച്ച. അല്ലേ, എന്തോ പുകിലായത്? പുത്തനാറ്റുകാരെ കൊച്ചുമ്മ മുതലാളിയുടെ അടുത്ത് തന്നെ അല്ലയോ കുഞ്ഞിറക്കാൻ പോയേക്കുന്നേ? കാലത്തെഴിച്ച് പോയേ അന്നേ വരാനുള്ള സമയം കഴിഞ്ഞില്ലയോ? ഇച്ചിരി കൂടെ തഞ്ചം കൂട് മാത്തൂട്ടിയേ. ഈ പറയുന്ന സ്ഥലത്ത് വണ്ടി കിട്ടണേ 3 നാഴി നടക്കണം. പിന്നെ എങ്ങനെയാ പോയേച്ച് മനസ്സിൽ ഉറപ്പിക്കുന്ന സമയത്ത് എത്തുന്നേ? എന്തോ അപ്പാ, എന്തെങ്കിലും വേണോ? പെണ്ണ് കാലായി പോയിച്ചു വന്നില്ലല്ലയോ? വന്നില്ലപ്പാ.
അവിടെ ചെന്ന് കാര്യം അറിയിച്ചേച്ചും വരണ്ടായോ? അതിനുള്ള സമയമല്ലേ ആയുള്ളൂ. അങ്ങേര് വയനാട്ടിലെങ്ങാണ്ട് കാപ്പിത്തോട്ടത്തിന്റെ പാട്ടം പിരിക്കാൻ പോയേക്കോ എന്ന് പറയുന്നു. അല്ലേ തന്നെ നമ്മുടെ കുടിയിൽ എന്തെങ്കിലും കാര്യമുണ്ടായ അങ്ങേരിങ്ങോട്ട് വരുവോ? എന്തോ ഇതിനാ അധികം പറയുന്നേ? അപ്പനിവിടെ കട്ടിലെ തന്നെ അല്ലയോ? ഇതിനകം വെച്ച് എത്ര തവണ കാലെടുത്ത് വെച്ചപ്പോ ഉണ്ട് ഇങ്ങോട്ട്. ആ അപ്പന്റെ ഒരേ നിർബന്ധമാ. എന്നാ പിന്നെ പോയി അറിയിക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. അറിയിച്ചാലെന്തുവാ? എടാ, കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴ് എല്ലാരും ഒരുമിച്ച് നിൽക്കണം. അല്ലേ അതിനുള്ള ദോഷം കുടുംബക്കാർക്ക് തന്നെ. ഫിലിപ്പോസും കൂടെ അറിയാതെയും കണ്ടൊരു തീരുമാനമെടുത്ത അതിനുള്ളു കുറയൂടാ. കൂടപ്പറപ്പുകളെ കാണത്തുള്ളു എന്നും കൂടെ നിൽക്കാൻ. അത് നേരെ അപ്പം പറയുന്നേ. പക്ഷെ അപ്പാ അത് അയാൾക്കൂടെ തോന്നണം. തോന്നത്തില്ലയോ? തോന്നണം. നേരത്തിനൊന്നും തോന്നാത്ത നമ്മുടെ കുഴപ്പം. അല്ലേ, പുത്തനാറ്റുകരയെന്നൊരു ആലോചന വന്നപ്പോൾ ആദ്യമേ കൊച്ചുമ്മ മുതലാളിയുടെ അടുത്ത് വീടും കുടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. ഇപ്പോഴാ നമുക്ക് തല നേരെ വന്ന്. മാത്തുട്ടിയെ, ആ ന്യായം പറയരുത്. കാർത്തികപ്പള്ളി അച്ഛൻ ഇങ്ങനൊരു പണി കാണിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമോ? അച്ഛനോ? അച്ഛന്റെ കുപ്പായമിട്ട കാളയാവൻ. നേരും ന്യായവും സൂക്ഷിക്കാനെ കൊണ്ട് കർത്താവിന്റെ പേര് സാക്ഷ്യം പറയുന്നവൻ തന്നെ വേണം ഈ പണി കാണിക്കാനെ കൊണ്ട്. നല്ല നായിങ്കണ വെട്ടിയെടുത്ത് നട്ടല്ലടിച്ച് പൊട്ടിച്ചേക്കണം. നടക്കുന്നതിന്റെ കൂട്ട് 4 കാലേ വേണം നടക്കാൻ. അച്ഛനാ പോലും കുപ്പായമിട്ട കാളയച്ഛൻ. ഫിലിപ്പോച്ചൻ ഉണ്ടായിരുന്നു ദിനായേ? ഇല്ല ചായ, വയനാട്ടിൽ പോയേക്ക് വന്ന ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ഇനി ഫിലിപ്പോച്ചൻ വരുന്നവരെയും കാത്തിരിക്കാനൊന്നുമില്ല. എന്തുവേലും ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പാ, അപ്പനൊന്നും മിണ്ടാത്ത എന്താ? ഈ കെട്ട് ഉറയ്ക്കരുത്. ഇത് നടത്തത്തില്ല. അതിനു വേണ്ട എന്താവാന്ന് വെച്ചാ ചെയ്തോണം. ഇല്ലപ്പ, നമ്മൾ ചാടിക്കറി തീരുമാനമെടുത്താലോ? എന്തായാലും ഇത്രയായല്ലയോ? കുഞ്ഞിരിക്കനോട് വരട്ടെ. കൊച്ചുമ്മ മുതലാളി എന്തുവാ പറയുന്നത് അറിയണ്ടായോ? വല്ലവും വന്ന് പറഞ്ഞെന്ന് വെച്ച് കല്യാണം മുടക്കാനെ കൊണ്ട് ഇത് കൂട്ട് കുറേ പേര് നടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അയാളുടെ മോനോ വല്ലതും ആലോചിച്ചും നടക്കാതെ പോയ കല്യാണമല്ലെന്ന് ആരറിഞ്ഞ്? കീ വറിച്ച ഇങ്ങനെ അങ്ങ് പറഞ്ഞാലോ? ഇതിലെന്തോ ചതിവുണ്ട്. അല്ലേ, ഇത്രയും കാലം കാണാതിരുന്നേച്ച് അച്ഛൻ വന്ന് കല്യാണം ആലോചിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? ബന്ധവും സ്വന്തവും ഒക്കെ ശരിയാ. അല്ലേ, ആരാണ്ട് അയാളോട് വിളിച്ചു പറഞ്ഞു കൊച്ചിന് കെട്ടുപ്രായമായെന്ന്? അത് പറ. അച്ഛന്റെ മുഖത്തൊരു ആട്ടു കൊടുക്കണം അവിടെ. അപ്പൻ അതും ഇതുമൊക്കെ പറയാണ്ട് ചുമ്മാ ഇരുന്നേ. അല്ലേ, വല്ലോരും കേട്ടാ എന്തോ പറയുമെന്ന്. എന്തായാലും നമ്മൾ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല അപ്പച്ച. കീവറിച്ചായം പറയുന്ന കാര്യമല്ലയോ? നാടാകെ അറിഞ്ഞ നമുക്ക് ആ കുറച്ചില്. എന്തോ കുറച്ചിലാടി. ആ കാളയച്ചൻ കൊളരാടിയല്ലയോ കാണിച്ച്. അവൻ നിന്റെ ചേട്ടനാണ്, എന്റെ അളിയന്റെ മോനുമാ. അപ്പൊ കുറച്ചിലെല്ലാവർക്കും ഒരുപോലെ അല്ലയോ? എല്ലാരും കൂടി തീരുമാനം എടുത്ത് എഴുത്തയക്കണം. കെട്ടുറച്ച് മുറിഞ്ഞെന്ന് പറഞ്ഞ് എഴുത്തയച്ചേ പറ്റത്തുള്ളു. മേലാരത്തെ കുഞ്ഞനായനയുടെ കൊച്ചുമോന് തന്തയില്ലാത്ത പെണ്ണിനെ കിട്ട മനസ്സില്ലടി. ഉപ്പാപ്പ പറയുന്ന കൊള്ളാം, പക്ഷേ എന്തോ പക്ഷിയാടാ ബേബിയെ? ഇതാ പറയുന്നേ ചൊല്ലുവിളിയുടെ കുറവുണ്ടെന്ന്. അല്ലേ, ഒരാലോചന വന്നേ പിന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് നടക്കേണ്ടെന്ന് കാര്യമുണ്ടോ? എന്തോ ആയി കൊടുക്കാം. നാട്ടിൽ പഠിക്കുക തിരക്കാൻ വന്നപ്പോ നമ്മളെ ഉള്ളു. അല്ലേ, കുഞ്ഞിരക്കം വന്നല്ലോ. കുഞ്ഞിരക്ക, എന്തോ ആയി? പോയച്ചും വല്ലോ അറിഞ്ഞോ? ഓ, എന്തോ ആവാനാ, നമ്മളല്ലല്ലോ ആദ്യം പോയേ.
ആദ്യം വീട് അന്വേഷിക്കാൻ പോയിച്ച് വന്ന് നമ്മളല്ലല്ലോ. ആണ്ടെ ഒരുമാതിരി പിടിച്ച വാക്ക് കയ്യായിരിക്കട്ടെ. ഇതാ എനിക്ക് പിടിക്കാത്തെ. ഞാൻ പെണ്ണിന്റെ വീട്ടിൽ പോയെന്നുള്ളത് നേരെയാ. നാട്ടിൽ പോയി തിണ്ണരങ്ങാണല്ലോ പോയേ. ആ അത് തന്നെ പറഞ്ഞ. ആ അല്ലേ, കെട്ടുറക്കാനെ കൊണ്ട് നിലയും താരവും അന്വേഷിക്കാൻ പോയത് ഈ പറയാൻ തന്നെ അല്ലയോ? ഒലക്കയുടെ വെളും പറയാനേ ഒരലിനോടാ തിരക്കേണ്ടേ. അതേ കൂട്ട് ഒരു കുടിയുടെ നൽപ്പറിയാനെ കൊണ്ടേ നാട്ടിലാ തിരക്കേണ്ടേ. അതിന് വല്ലവരും വന്ന് പറഞ്ഞു തരണം അല്ലയോ? നാട്ടിൽ തിണ്ണു നിറങ്ങുന്ന പണി എനിക്കും, വീട്ടിൽ പോയി ചിരിച്ചും ഞെരിച്ചും സംസാരിക്കാൻ ഈ പറയിച്ചായനും. നമ്മളല്ലേലും നാലാളെന്റെ മുമ്പിൽ നിർത്താൻ കൊള്ളത്തില്ലെന്നല്ലയോ പറച്ചില്. ആണ്ടേ കുഞ്ഞീർക്കച്ചാൻ കാര്യം പറഞ്ഞേ. ഇവിടെ ആൾക്കാർ ആദ്യം എടുത്തിരിക്കുക. പുത്തനാറ്റേരെ കൊച്ചുമ്മ മുതലാളിയെ ഇച്ചായം കണ്ടോ? ആ കണ്ടു. എന്നുവെച്ച് എന്തവാ പറഞ്ഞേ? കുഞ്ഞേറുക അപ്പാ, എടാ, കോതച്ചിറയുന്ന ലോനാച്ചം എന്ന് പറഞ്ഞ നേരാന്നൂന്ന് ആന്നൂന്ന് ചോദിച്ചാ അതപ്പാ ആന്നു. കൊച്ചുമ്മ മുതലാളി എന്തോ പറഞ്ഞേ? കാർത്തികപ്പള്ളി അച്ഛന് പുത്തനാറ്റുകരെ പള്ളി തവണയുണ്ടായിരുന്ന കാലത്ത് ചെല്ലക്കാട്ട് പടിയേറ്റേലെന്ന് പറയുന്ന ആ വീട്ടിലാ നിന്നെന്നുള്ളത് നേരെ. ആ തള്ളയെ അച്ഛനുമായിട്ട് അരുതാഴിക ഉണ്ടെന്നും പറഞ്ഞ് ആളുകൾ ബഹളം വെച്ചെന്ന് പറയുന്നതും നേരെ. എന്നിട്ട് അച്ഛൻ്റെ പട്ടം മുടക്കാനെ കൊണ്ട് തിരുമേനിയെ പോയി വിളിച്ചോണ്ട് വന്ന്. പക്ഷെ ആ പെമ്പിള അച്ഛനെ രക്ഷിച്ച്. പിന്നെ അപ്പാ, ഇതൊക്കെ 10-18 വർഷം മുമ്പാ. എന്തവാ നേരം എങ്ങനെയാ പറയുന്നേ? നമ്മുടെ പാട്ടത്തിലെ പൈലിയുടെ പെമ്പിള വീടും പുത്തനാറ്റുകരയിലാ. ഞാൻ അവിടെ ഒന്ന് പോയച്ചാ വരുന്നേ. പൈലിയുടെ മാമൻ ഒരു കൂട്ടം പറയുകയും ചെയ്ത്. എന്താവാ? പൈലിയുടെ മാമൻ പറയുന്നത് കാർത്തികപ്പള്ളി അച്ഛൻ പുത്തനാറ്റുകര പള്ളിയിലുള്ളപ്പോൾ നമ്മുടെ കൊച്ചമ്മ മുതലാളിയായിട്ട് ഏതോ ഇടവക പ്രശ്നത്തിൽ തെറ്റിയിട്ടുണ്ടെന്നും അതിന് കൊച്ചമ്മ മുതലാളി അച്ഛനിട്ട് വേല വെച്ച് ചെയ്യാന്നുവാ. അല്ല, ആർക്കേലും ഇമ്മാരിക്കാരും തറപ്പിച്ച് പറയാൻ ഒക്കുവോ? പിന്നെ കേൾക്കുന്നതും പറയുന്നതും വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അപ്പാ അപ്പാ, ഇനി പറഞ്ഞാട്ടെ അപ്പാ, നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന്. ഈ കെട്ട് നടക്കല്ലേ, നടത്തിക്കല്ലേ. മാത്തുക്കുട്ടി ഉപ്പാപ്പ. ആ എന്തുവാ ബേബി? ഉപ്പാപ്പ, അത് രാജനും കൂടിങ്ങി വന്നേച്ചും പോരായോ? എന്തെങ്കിലും തീരുമാനിക്കുന്നേ? അതിന് എന്റെ അപ്പം പറയുന്ന വാക്ക് ഞാനിതുവരെയും കേൾക്കാതിരുന്നിട്ടില്ലല്ലോ. അപ്പന്റെ വാക്ക ഈ വീട്ടിൽ വലുത്. അപ്പന്റെ വാക്ക് കൊടുക്കാനും വാക്ക് മാറാനും അപ്പന.
അപ്പന് മാത്രം അധികാരം. അപ്പന്റെ വാക്കിന് വേണ്ടി ഞാനെന്തുവാ പാവ കളിക്കണം? എനിക്കും ഇല്ലേ കൊച്ചമ്മേ വാക്കും തീരുമാനവും? അല്ലേ, ഞാനും മനുഷ്യനല്ലയോ? എന്റെ നല്ലതിന് വേണ്ടിയാ പോലും. അപ്പൻ എന്ന് പോലെ എന്റെ നല്ലതിന് വേണ്ടി ചിന്തിക്കിറങ്ങിയെന്നാ മനസ്സിലാവാത്തെ. അപ്പന്റെ മുമ്പിൽ ആരും നല്ലയില്ല ചീത്തയില്ല. അപ്പം മാത്രമേ ഉള്ളൂ, അപ്പം മാത്രം. അല്ലേ, കൊച്ചമ്മയ്ക്ക് അഭിപ്രായം ഇല്ലയോ? കൊച്ചമ്മയ്ക്ക് ഇതി ഒന്നും പറയാനെ കൊണ്ടില്ലയോ എന്ന്? അല്ലേ, എനിക്ക് മനസ്സിലാവാത്ത അതല്ല. ഈ ഒരു ദിവസത്തിനുള്ളിൽ എന്തുവാ സംഭവിച്ചെന്നാ? ലോകം ഇടിഞ്ഞു വീണ? അതോ എല്ലാവർക്കും ഭ്രാന്തായി പോയോ? അല്ല, ഞാൻ എന്തുവാ മനസ്സിലാക്കേണ്ടത്? അത് പറഞ്ഞത് ആദ്യം. എല്ലാവർക്കും ഭ്രാന്താവാതിരിക്കാനാ കുഞ്ഞ്. എല്ലാരും ഇതാ പറ്റാത്തെ. ആരാ കൊച്ചമ്മ എല്ലാരും? അത് ഞാൻ കാണത്തില്ലയോ? അല്ല, ഞാനല്ലല്ലോ ഈ ആലോചനയ്ക്ക് നിർബന്ധിച്ചേ. അത് ഈ എല്ലാരും കൂടെ അല്ലയോ? അപ്പൊ നിർബന്ധിച്ച എല്ലാരും ഇപ്പോഴും ഇല്ലയോ? എന്തിയെ കൊച്ചമ്മേ? ആ എല്ലാരും എവിടെ പോയി? ഞാൻ പറയുന്നൊന്നും നീ കേട്ടെ. കൊച്ചമ്മ പറയുന്നതാ ഞാൻ കേട്ടെ, അല്ലയോ? കൊച്ചമ്മ തന്നെ പറ. പക്ഷേ കൊച്ചമ്മ സ്വന്തമായിട്ട് പറയുന്നല്ല അതൊന്നും. എനിക്കിപ്പോഴാ മനസ്സിലായേ അപ്പന്റെ വാക്കിനാ കൊച്ചമ്മ സംസാരിക്കുന്നത്. കൊച്ചമ്മയ്ക്ക് വാക്ക് മാത്രമല്ല, ഒന്നുമില്ല സ്വന്തമായിട്ടുണ്ടെന്ന് വിചാരിച്ചല്ല, സ്വന്തമല്ലെന്ന് മനസ്സിലാവുന്നതിന്റെ വിഷമം. ആർക്കാ കൊച്ചമ്മ ഇവിടെ സ്വന്തമായിട്ട് വല്ല ഉള്ളേ? ഒന്നും ആഗ്രഹിക്കണ്ട ജീവിച്ച. വല്ലയിടത്തും പോയി കിടന്ന് വല്ലവർക്കും വേണ്ടി തീരട്ടെ എന്ന് വിചാരിച്ച ഈ ജീവിതം. അപ്പോഴാ വല്ലതും സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു തന്നെ. എന്നുവെച്ചും കണ്ടില്ലേ, ആരാണ്ടും വന്ന് ഏതാണ്ടും പറഞ്ഞെന്നും വെച്ച് കേൾക്കാനും പറയാനും കുറച്ചില്ല. രാജമോൻ കുറച്ചുകൂടെ ആലോചിച്ചട്ടെ, അല്ലാതെ ഞാൻ എന്താ പറയുന്നേ? ഇല്ല കൊച്ചമ്മേ, ഇനി എനിക്ക് ആലോചിക്കാനെ കൊണ്ടില്ല. എനിക്ക് തീരുമാനം ഒന്നേ ഉള്ളൂ. ഞാൻ തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പനായാലും കൊള്ളാം, വലിയ കൊച്ചനായാലും കൊള്ളാം. എനിക്കിനി മാറാനൊക്കത്തില്ല. രാജ പറയുന്ന നീ കേക്കണം. ഈ കെട്ടുറക്കല്ല്, ഇത് നടക്കല്ല. കൊച്ചമ്മേ, എന്നെ പൊടിക്കാൻ വേണ്ടി മനസ്സിലാകുന്നില്ലയോ നിങ്ങൾക്ക്? നിന്റെ കണ്ണു നിറയില്ല, എനിക്ക് അതേ ഉള്ളു. അതുകൊണ്ടാ മോനെ. വേണ്ട കൊച്ചമ്മേ, ഇനിയും കൊച്ചമ്മ ഒന്നും പറയല്ല. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കും, പക്ഷേ എനിക്ക് ഇത് വിശ്വസിക്കാൻ മേല. മനുഷ്യർക്ക് ഞാൻ നിന്ദാപാത്രവും ജനത്തിന് പരിഹാസപാത്രവുമാണ്. കാണുന്നവരൊക്കെയും എന്നെ അവഹേളിക്കുകയും
പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവനിൽ അവിടുത്തെ പ്രസാദമുണ്ടല്ലോ എന്നവൻ പറയുന്നു. എങ്കിലും അവിടുന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിൻ്റെ മാറിടത്തിൽ സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. അവിടുന്നാണ് എൻ്റെ ദൈവം. അവിടുന്ന് എന്നിൽ നിന്നും അകന്നു നിൽക്കരുതേ. രാജായ, രാജായനും എന്നോട് കരുവാണോ? രാജായൻ കരുവിച്ച എനിക്ക് സഹിക്കത്തില്ല. ശാന്തമോ, ഞാൻ ഈ കാണുന്ന മുഖം ഇത് നേരല്ലയോ? പറ, ഈ കണ്ണീര് വെറുതെയാണോ? എനിക്കറിയണം, എനിക്കറിയേണ്ട നീ പറയണം. പറയാതെ പറ്റത്തില്ല. രാജാൻ എന്തുവാ അറിയേണ്ടത്? എനിക്ക് രാജന്റെ മനസ്സിൽ വിലയുണ്ടേലേ എന്റെ വാക്കിന്റെ നേര് മനസ്സിലാവത്തുള്ളൂ. നേരും പൊയ്യൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോഴും വന്ന് ഞാനും നീയും നമുക്ക് ചുറ്റുള്ള എല്ലാവരും എല്ലാം നുണയായിരുന്നു തോന്നുന്നു. നീ പറയുന്ന പൊളിയാന്നേ ഞാൻ ജീവിക്കത്തില്ല. എന്റെ കൂടെ വന്നോട്ടെ. ആണ്ടെ, ഈ വെളിച്ചം നോക്കാണ്ട്. ഈ വെളിച്ചം നേരല്ലേ ഒരാഴ്ച. ഇത് നേരം, ഇതിനോളം നേരം വേറൊന്നിനുമില്ല. ശാന്തമോ,